കഴിഞ്ഞ ദിവസം നടന്ന ലോകമാന്യ തിലക് നാഷണൽ അവാർഡ് ദാന ചടങ്ങിൽ പ്രസംഗിക്കവേ നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇന്നത്തെ യുവജനങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ചില സൂചനകളാണ് അദ്ദേഹം ആ ഒരു പ്രസംഗത്തിൽ നൽകിയത്. അതിൽ നിന്ന് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളും ചില സാധ്യതകളും എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അതായത് ഇന്നലെ ലോകമാന്യ തിലക് നാഷണൽ അവാർഡ് ദാന ചടങ്ങിൽ പ്രസംഗിക്കവേ ഇന്ത്യയുടെ സുരക്ഷാപാത, ആഗോളതലത്തിലെ സ്ഥാനം, രാജ്യത്തെ യുവാക്കളുടെ പങ്ക് എന്നിവയെക്കുറിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് വളരെ വിശദമായി തന്നെ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും പങ്കുവച്ചു. അത്യപൂർവമായ ഒരു അവസരം എന്ന് അദ്ദേഹം ആദ്യം പറയുന്നുണ്ട്. ഇന്ത്യ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. രാജ്യത്തിന് മുന്നിൽ വികസനത്തിന്റെയും ഭൂരാഷ്ട്രീയത്തിന്റെയും വലിയൊരു അപൂർവ അവസരമാണ് തുറക്കപ്പെട്ടിരിക്കുന്നത്. ഇത് കൈവിട്ടു പോകാൻ അനുവദിക്കരുത് എന്നാണ് അദ്ദേഹം രാജ്യത്തോട് പറയുന്നത്. അജിത് ഡോവലിനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ. അദ്ദേഹം ആരാണ്, അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അദ്ദേഹത്തിന്റെ നോളജ് എത്രത്തോളം ഉണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ജിയോഗ്രഫിയും ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും ഭാവിയും വർത്തമാനവും എല്ലാം നന്നായിട്ട് അരച്ച് കലക്കി കുടിച്ച മനുഷ്യനാണ് ഡോവൽ. ഡോവൽ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം അദ്ദേഹം സ്റ്റഡി ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ടാണ് എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ കാര്യം വ്യക്തിപരവും ചെറുതുമായ ലാഭങ്ങളെക്കാൾ ഉപരിയായിട്ട് ദേശീയ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകാൻ യുവതലമുറ തയ്യാറാകണമെന്നാണ്. സ്വാതന്ത്ര്യ സമരകാലത്തെ ലോകമാന്യ തിലകിന്റെ പ്രശസ്തമായ മുദ്രാവാക്യത്തെ ഇന്നത്തെ ഇന്ത്യക്കായി അദ്ദേഹം മാറ്റി എഴുതിയിട്ടുണ്ട്. ഇന്ത്യയെ ശക്തവും വികസിതവുമാക്കുക എന്നത് എന്റെ ജന്മസിദ്ധമായ കർത്തവ്യമാണ്, ഞാൻ അത് നിറവേറ്റുക തന്നെ ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മൂന്നാമതായിട്ട് ഡോവൽ പറഞ്ഞത് സ്വാതന്ത്ര്യം എന്നാൽ എന്തും ചെയ്യാനുള്ള അനിയന്ത്രിതമായ അവകാശമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നാണ്. അതായത് വലിയ ത്യാഗങ്ങളിലൂടെയാണ് നാം സ്വാതന്ത്ര്യം നേടിയെടുത്തത് എന്ന് ഓർമ്മിപ്പിച്ച അദ്ദേഹം അവകാശങ്ങൾക്കൊപ്പം രാജ്യസുരക്ഷയോടുള്ള പൗരധർമ്മവും ഉത്തരവാദിത്വവും പ്രധാനമാണ് എന്ന് ഊന്നി പറയുകയുണ്ടായി. അടുത്തതായി അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ വേഗത്തിലുള്ള വളർച്ചയും ആഗോളതലത്തിലെ ഉയർന്ന സ്ഥാനവും ചില ബാഹ്യശക്തികൾക്കും ശത്രുതാപരമായ താല്പര്യങ്ങൾക്കും ഭീഷണിയായി തോന്നുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനാൽ രാജ്യം അകത്തു നിന്നും പുറത്തു നിന്നും സങ്കീർണമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്നും ജാഗ്രത ആവശ്യമാണ് എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇന്ത്യ കൈവരിച്ച പുരോഗതിയിൽ സംതൃപ്തരായിട്ടിരിക്കാൻ സമയമായിട്ടില്ല എന്നും രാജ്യം യഥാർത്ഥത്തിൽ എവിടെയാണോ എത്തേണ്ടത് അവിടെ ഇതുവരെ എത്തിയിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോഴുള്ളത് ഇന്ത്യക്ക് മുന്നിലെ തുടക്കം മാത്രമാണ് എന്നും ഒരു വികസിതവും ശക്തവുമായ രാജ്യമായി മാറുക എന്ന ലക്ഷ്യത്തിലെത്താൻ ഇനിയും ഏറെ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് വളരെ സീരിയസ് ആണ്. അതായത് ഇന്ത്യയുടെ വേഗത്തിലുള്ള വളർച്ചയും ആഗോളതലത്തിൽ ഇപ്പോൾ ഇന്ത്യക്ക് കൈവന്നിരിക്കുന്ന ഉയർന്ന സ്ഥാനവും ചില ബാഹ്യശക്തികൾക്കും ശത്രുതാപരമായ താല്പര്യങ്ങൾക്കും ചില താല്പര്യങ്ങൾക്കും ഭീഷണിയായി തോന്നുന്നു. എന്ന് വെച്ചാൽ ചില രാജ്യങ്ങൾക്ക്, ചില സംഘടനകൾക്ക്, ചില വ്യക്തികൾക്ക് നമ്മുടെ ഈ വളർച്ചയും നമ്മുടെ പുരോഗതിയും ഒരു ഭീഷണിയായിട്ട് തോന്നുന്നുണ്ട് എന്നാണ് ഡോവൽ പറഞ്ഞത്. രണ്ടാമത് അദ്ദേഹം അതിനോടൊപ്പം കൂട്ടിച്ചേർത്തത് ഈ രാജ്യം അകത്തു നിന്നും പുറത്തു നിന്നും സങ്കീർണമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്, ജാഗ്രത ആവശ്യമാണ്. അപ്പോൾ ആദ്യം നമുക്ക് അദ്ദേഹം പറഞ്ഞ ഈ ആഗോളതലത്തിൽ നമ്മുടെ വളർച്ചയിൽ അസ്വസ്ഥരാവുന്നത് ആരൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തെ കക്ഷി നമ്മുടെ അയൽ രാജ്യമായ ചൈന തന്നെയാണ്. ഏഷ്യയിലെയും ആഗോളതലത്തിലെയും ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തിയായിട്ട് തുടരാനായി ചൈന ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച, വ്യാവസായിക വളർച്ച, ഏഷ്യൻ മേഖലയിലെ സ്വാധീനം, പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, ഗ്ലോബൽ സൗത്തിന്റെ നേതൃത്വത്തിലേക്കുള്ള കടന്നുവരവ്, ഇന്ത്യയുടെ വാക്കുകൾക്ക് ലോകം കാതോർക്കുന്നത് എല്ലാം ചൈനയെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യ ആത്മനിർഭർ ഭാരതായി മാറുന്നത് ചൈന വലിയ ഭീഷണിയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വളർച്ചയിൽ ഏറ്റവും അസ്വസ്ഥത കാണിക്കുന്ന ഒരു രാജ്യം ചൈനയാണ്. രണ്ടാമത് പാകിസ്ഥാനാണ്. ഇന്ത്യയുടെ സൈനിക ആധുനികവൽക്കരണവും സാമ്പത്തിക വളർച്ചയും ദക്ഷിണേന്ത്യയിൽ ഇന്ത്യയെ കൂടുതൽ കരുത്തരാക്കുന്നു. ഇത് നയതന്ത്രപരമായും സൈനികമായും തങ്ങളെ കൂടുതൽ ഒറ്റപ്പെടുത്തുമെന്ന ഭയം പാകിസ്ഥാനുണ്ട്. പാകിസ്ഥാന് നേടാൻ കഴിയാത്ത ഉയരങ്ങൾ കീഴടക്കി ഇന്ത്യ വലിയൊരു ശക്തിയായി മാറുന്നതിൽ കടുത്ത അസൂയയും ഭയവും ആശങ്കയും ഉള്ളതുകൊണ്ട് ഇന്ത്യയെ ഏത് വിധേനയും തകർക്കാനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ നടത്തും എന്നത് വ്യക്തം. ഇനി മൂന്നാമത്തെ രാജ്യം എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനുമാണ്. ഇത് പലർക്കും അത്ഭുതമായി തോന്നാം.
ഞാൻ പറയുന്നത് ഇവര് രണ്ടുപേരും ഇന്ത്യയുടെ ശത്രുക്കളാണ് എന്നല്ല, മറിച്ച് ഒരു ശക്തമായ ഇന്ത്യയെ ഭയപ്പെടുന്ന, ആശങ്കയോടെ നോക്കിക്കാണുന്ന രണ്ട് രാജ്യങ്ങളാണ് യൂറോപ്യൻ യൂണിയനും US-ഉം. യൂറോപ്യൻ യൂണിയനിൽ പെടുന്ന രാജ്യങ്ങളിൽ ഒട്ടുമിക്ക രാജ്യങ്ങളും ഇന്ത്യയുടെ വളർച്ചയെ ഒരല്പം ആശങ്കയോടെ കാണുന്നുണ്ട്. അത് നമുക്ക് എന്തുകൊണ്ടാണെന്ന് നോക്കാം. US, യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യ ഒരു പങ്കാളിയായിട്ടാണ് ആദ്യം കാണുന്നത്. പങ്കാളിയാണ് എങ്കിലും ഇന്ത്യ ഒരു ആഗോള വൻശക്തിയായിട്ട് സ്വയം പര്യാപ്തത നേടുന്നതിലും തങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം വിദേശ നയം നടപ്പിലാക്കുന്നതിലും പാശ്ചാത്യ രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്ക് അസ്വസ്ഥതയുണ്ട്. നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തത് അവരെ ആകെ ഞെട്ടിച്ചിട്ടുണ്ട്. സാധാരണ രീതിയിൽ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഇന്ത്യയുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയാൽ ഇന്ത്യ പൊതുവെ അതിനെ ധിക്കരിക്കാനോ കൂടുതലായിട്ട് എതിർത്ത് ബന്ധം വഷളാക്കുന്ന നിലയിലേക്ക് പോകാനോ തയ്യാറാവില്ല. എന്നാൽ ആദ്യമായിട്ട് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുടെ എതിർപ്പിന്റെ രുചി അറിഞ്ഞത് സമീപകാലത്താണ്. നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്ത സമയത്ത് യൂറോപ്പിൽ നിന്നടക്കം വലിയ പ്രഷർ നമുക്കുണ്ടായി, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ജയശങ്കർ പറഞ്ഞൊരു ഡയലോഗ് യൂറോപ്പിന്റെ ലോകത്തെ അപ്രമാദിത്വത്തിന് മേലേറ്റ ഏറ്റവും വലിയ പ്രഹരമായിട്ടാണ് ഇന്ന് വിലയിരുത്തപ്പെടുന്നത്. യൂറോപ്പ് ഈ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് പുറത്തു വരണം. യൂറോപ്പിന്റെ പ്രശ്നങ്ങൾ ലോകത്തിന്റെ പ്രശ്നങ്ങളായിട്ട് കാണുകയും എന്നാൽ ലോകത്തിന്റെ പ്രശ്നങ്ങൾ യൂറോപ്പിന്റെ പ്രശ്നങ്ങളല്ല എന്ന് കരുതുകയും ചെയ്യുന്നത് ശരിയല്ല. ആ മൈൻഡ് സെറ്റിൽ നിന്ന് യൂറോപ്പ് പുറത്തു കടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് എന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ പറഞ്ഞത് യൂറോപ്പിന് വലിയ ആഘാതമായിട്ടുണ്ട് എന്നതിൽ ഒരു തർക്കവുമില്ല. കാരണം അന്നേ വരെ ആരും ചോദ്യം ചെയ്യാത്തൊരു കാര്യത്തെയാണ് ജയശങ്കർ, അതും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി, യൂറോപ്പിന്റെ മുഖത്തടിച്ചതുപോലെ പറഞ്ഞത്. ഇന്ത്യ പഴയ ഇന്ത്യ അല്ല എന്ന് യൂറോപ്പ് മനസ്സിലാക്കിയ ഒരു സന്ദർഭമായിരുന്നു അത്. ഇത്രയും കാലം യൂറോപ്പിനെ പിണക്കാതെ സോഫ്റ്റ് ആയിട്ട് നിന്നിട്ടുള്ള ഒരു ഇന്ത്യയിൽ നിന്ന് ശക്തമായി നിലപാടുകൾ പറയുന്ന, വെട്ടിത്തുറന്നുള്ളത് വിളിച്ചു പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരു ഇന്ത്യയിലേക്കുള്ള മാറ്റം യൂറോപ്പിനെയും അമേരിക്കയും ഞെട്ടിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ച് ഈ അടുത്തിടെ പോലും യൂറോപ്യൻ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ സംസാരിക്കുകയും വാചാലരാകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മളുമായിട്ട് വ്യാപാര കരാർ ഉണ്ടാക്കുന്നുണ്ട്, നമ്മളുമായിട്ട് സഹകരിക്കുന്നുണ്ട്, ആയുധ വ്യാപാരമടക്കം നടത്തുന്നുണ്ട്. ഇതെല്ലാം തന്നെ മറ്റു വഴികൾ അവരുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അതേസമയം തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും നിലവിലെ ഭരണകൂടം ഒന്ന് മാറിക്കിട്ടിയെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം യൂറോപ്പിനും അമേരിക്കയ്ക്കും വേണ്ടത് അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു ഇന്ത്യയാണ്, അല്ലാതെ ചൈനയെ പോലെ ശക്തമായ ഒരു ഇന്ത്യയല്ല, അല്ലെങ്കിൽ റഷ്യയെ പോലെ അവരെ വകവയ്ക്കാത്ത ശക്തമായൊരു ഇന്ത്യയല്ല എന്ന വസ്തുത നമ്മൾ ഓരോരുത്തരും അറിയേണ്ടതാണ്. യൂറോപ്യൻ യൂണിയന് പുറത്തുള്ള രാജ്യങ്ങളും സ്വാഭാവികമായി ഇന്ത്യയുടെ വളർച്ചയെ ഭയപ്പെടുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് ബ്രിട്ടൻ, അതുപോലെ തന്നെ തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ വളർച്ചയെ ആശങ്കയോടെ തന്നെയാണ് കാണുന്നത്. ഒരു തർക്കവും അതിനകത്തില്ല. അമേരിക്കയും അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു രാജ്യമായിട്ടാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരു ശക്തമായ ഇന്ത്യ അമേരിക്കയ്ക്കും ആവശ്യമില്ല. ഇന്ത്യ തകർന്നു പോകണമെന്നോ അല്ലെങ്കിൽ ഇന്ത്യ ഒന്നുമല്ലാതായി തീരണമെന്നോ അവർക്ക് ആഗ്രഹമില്ല. പക്ഷെ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഇന്ത്യ ആയിട്ട് അവർക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ മോദിയുടെ ഇന്ത്യ അതല്ല. ഒരു സ്വതന്ത്ര ശക്തിയായിട്ട് നിൽക്കുന്ന ഒരു ഇന്ത്യയാണ്, ആരുടെയും ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഇന്ത്യയല്ല. അതുകൊണ്ട് തന്നെ ബാഹ്യശക്തികളുടെ പല ഇടപെടലുകളും നമുക്ക് നേരിടേണ്ടതായിട്ട് വരും. ഇവിടെ പല അട്ടിമറികൾ ഉണ്ടാക്കാനും ഇവർ ശ്രമിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ നേരിട്ട് വന്ന് നമ്മളോട് യുദ്ധം ചെയ്യുകയോ ആക്രമിക്കാൻ തയ്യാറാവുകയോ ഒന്നും ചെയ്യില്ല. മറ്റു പല മാർഗങ്ങളിലൂടെയും നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്താനായിരിക്കും അവർ ശ്രമിക്കുക. ഇപ്പോ ഇറാനിൽ തന്നെ ആദ്യം അമേരിക്ക ട്രൈ ചെയ്തത് ഇറാനിലുള്ള ജനങ്ങളെ ഭരണകൂടത്തിനെതിരെ തിരിച്ച് ഒരു റെജീം ചേഞ്ചിനാണ്. അത് നടക്കാതെ വന്നപ്പോഴാണ് അവർ നേരിട്ട് ആയുധങ്ങൾ പ്രയോഗിച്ചത്. പക്ഷെ നേരിട്ട് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധം ചിലവേറിയതാണ്, ആൾനാശം സംഭവിക്കുന്നതാണ്, സ്വന്തം ജനങ്ങളും അതിനകത്ത് മരണപ്പെടുമെന്നുള്ളൊരു പ്രശ്നമുണ്ട്. എന്നാൽ രാജ്യത്തിനകത്ത്, ഒരു രാജ്യത്തിന്റെ ഉള്ളിലുള്ള ഭരണകൂടത്തെ എതിർക്കുന്ന ഒരു കൂട്ടം ആളുകളെ കൂടെ നിർത്തിക്കൊണ്ട് ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് ആ രാജ്യത്തെ തകർക്കുക എന്ന് പറയുന്നത് താരതമ്യേന എളുപ്പപ്പണിയാണ്. കുറച്ച് പൈസ മാത്രം ചിലവാക്കിയാൽ മതി. അതാണ് ഇന്ന് അമേരിക്ക ഏറ്റവും അധികം ലോകത്ത് പയറ്റി നോക്കുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത്. യുക്രൈനിലും ഈ നമ്മുടെ ബംഗ്ലാദേശിലും അടക്കം നമ്മൾ അതാണ് കണ്ടിട്ടുള്ളത്. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ അമേരിക്ക വിശ്വസിക്കുന്നത് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ചില ഉദാരമായ നടപടികളാണ് ചൈനയെ ഒരു സാമ്പത്തിക ശക്തിയാക്കിയത് എന്നാണ്. അത്തരമൊരു കാര്യം ഇന്ത്യയുടെ കാര്യത്തിൽ സംഭവിക്കാൻ പാടില്ല. ചൈന ശക്തമായതുപോലെ അമേരിക്കയുടെ ഒരു തെറ്റായ തീരുമാനം കാരണം ഇന്ത്യ ശക്തമാകരുത് എന്നാണ് അമേരിക്ക വിശ്വസിക്കുന്നത്. അമേരിക്ക പറയുന്നത് പൂർണ്ണമായി ശരിയല്ല എങ്കിലും അമേരിക്ക കരുതുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് വരാതിരിക്കാനും ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തിയായിട്ട് മാറാതിരിക്കാനും അമേരിക്ക പരിശ്രമിക്കാൻ എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ആഗോള ഏജൻസികളും തിങ്ക് ടാങ്കുകളും ഇന്ത്യയുടെ വളർച്ചയെ വളരെ ഗൗരവമായിട്ടൊരു ത്രെട്ടായിട്ടാണ് കാണുന്നത്.
ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ പലപ്പോഴും ഇന്ത്യയുടെ യഥാർത്ഥ സാമ്പത്തിക വളർച്ചയ്ക്ക് അനുയോജ്യമായിട്ടുള്ള റാങ്കിങ് നൽകാറില്ല. ഇങ്ങനെ നൽകിക്കഴിഞ്ഞാൽ ഇന്ത്യ വീണ്ടും വളരും. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്കുള്ള വിദേശ നിക്ഷേപത്തിന്റെ വേഗത കുറയ്ക്കാൻ വേണ്ടി പലപ്പോഴും ഇവര് റേറ്റിംഗുകൾ നൽകുമ്പോൾ ഇന്ത്യക്ക് വളരെ പുറകിലുള്ള സ്ഥാനമാണ് നൽകുന്നത്. അതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ചില അന്താരാഷ്ട്ര NGOകളുണ്ട്. ജനാധിപത്യം, മനുഷ്യാവകാശം, പരിസ്ഥിതി എന്നിവയുടെ പേരിൽ നൽകപ്പെടുന്ന ചില അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായ തകർക്കാനും വലിയ വികസന പദ്ധതികൾക്ക് തടസ്സം സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് എന്ന് ഭരണകൂടങ്ങളും വിദഗ്ധരും നിരീക്ഷിക്കാറുണ്ട്. മാധ്യമ ശൃംഖലകൾ ഇന്ത്യയിലെ വികസന കാര്യങ്ങളെക്കാൾ കൂടുതൽ നെഗറ്റീവ് വാർത്തകൾക്കും വംശീയ ഭിന്നതകൾക്കും അമിത പ്രാധാന്യം നൽകി രാജ്യത്തിന്റെ പ്രതിച്ഛായ ലോകത്തിന് മുന്നിൽ മോശമായി ചിത്രീകരിക്കുന്നു. ഇതും ഇന്ത്യയിലേക്ക് നിക്ഷേപങ്ങൾ അടക്കം വരുന്നതിനൊരു തടസ്സമാണ്. BBC, ന്യൂയോർക്ക് ടൈംസ്, വാഷിംഗ്ടൺ പോസ്റ്റ് ഒക്കെ ഇതിന് പേരുകേട്ട മാധ്യമ സ്ഥാപനങ്ങളാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും തിരിച്ചടി ഉണ്ടായി എന്ന രീതിയിൽ പല പഠന നിരീക്ഷണ കേന്ദ്രങ്ങൾ ചില റിപ്പോർട്ടുകൾ പുറത്തുവിടാറുണ്ട്. സ്വീഡൻ ആസ്ഥാനമായിട്ടുള്ള ചില സ്ഥാപനങ്ങൾ, ഫ്രീഡം ഹൗസ് പോലെ US ആസ്ഥാനമായിട്ടുള്ള ചില സ്ഥാപനങ്ങളൊക്കെ ഇത്തരം സ്ഥാപനങ്ങളാണ്. ഇന്ത്യയിലെ ജനാധിപത്യവും സ്വാതന്ത്ര്യവും ഒന്നും ഇല്ല എന്ന് പറയുന്ന ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായ ബാധിക്കാൻ ഇത്തരം റിപ്പോർട്ടുകൾ കാരണമാകും. ഇത് മാത്രമല്ല, ബിസിനസ് ലോബികളും ഷോർട്ട് സെല്ലർമാരും ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഹിൻഡൻബർഗ് റിസർച്ച് നിങ്ങൾ ആരും മറന്നു കാണില്ല. അദാനി ഗ്രൂപ്പിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഹിൻഡൻബർഗ് പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടാണ് ഇന്ത്യക്കെതിരായിട്ട് നമുക്ക് പരസ്യമായി തന്നെ നടന്ന ഒരു ആക്രമണത്തിന്റെ തെളിവ്. ഇത്തരത്തിൽ നിരവധി സ്ഥാപനങ്ങൾ പല റിപ്പോർട്ടുകളും ഉണ്ടാക്കി ഇന്ത്യയിലെ കൃത്രിമം കാണിക്കാനും ഇന്ത്യയിലെ ഓഹരി വിപണിയെ കൃത്രിമം കാണിച്ച് അട്ടിമറിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ബാഹ്യ ആയുധ വിതരണക്കാരും കൺസൾട്ടൻസികളും, ഉദാഹരണത്തിന് ലോക്ഹീഡ് മാർട്ടിൻ, ബോയിങ്, അതുപോലെ ഡെസാൾട്ട് ഏവിയേഷൻ, ഇങ്ങനെയുള്ള വിദേശ പ്രതിരോധ കമ്പനികൾ ഇന്ത്യ തദ്ദേശീയമായിട്ട് പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ കച്ചവടം പോകുമെന്നുള്ളതാണ് പ്രശ്നം. തങ്ങളുടെ കോടിക്കണക്കിന് ഡോളറിന്റെ വിപണി നഷ്ടപ്പെടുമെന്ന് ഭയക്കുന്ന ആഗോള ആയുധ ലോബികൾ ഇന്ത്യക്കെതിരെ കളിക്കാൻ ശ്രമിക്കും. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ തേജസ് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നു. ഇത് നിർമ്മിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും? അവിടെ സൃഷ്ടിക്കാൻ പറ്റുന്ന എല്ലാ തടസ്സങ്ങളും ഉണ്ടാക്കും. മിസൈലുകൾ, പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഇന്ത്യ ഉണ്ടാക്കുന്നതിനെ തടയാനായിട്ട് ഇവർ ശ്രമിക്കും. അതുപോലെ തന്നെ വ്യക്തികളും വ്യവസ്ഥാപിത ഓർഗനൈസേഷനുകളും ശതകോടീശ്വരന്മാരും ആഗോള ഡോണർമാരും ഇതിൽ പ്രധാനികളാണ്. ജോർജ് സോറസ് എല്ലാവർക്കും അറിയാം. അയാളുടെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ പരസ്യമായിട്ട് ഇന്ത്യയിൽ റെജീം ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന സ്ഥാപനമാണ്. ഇതിനു പുറമെയാണ് തീവ്രവാദ സംഘടനകൾ. സിഖ് ഫോർ ജസ്റ്റിസ്, ഗുർപന്തങ് സിംഗ് പന്നുവിനെ പോലെയുള്ള ഭീകരവാദികൾ ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിരന്തരം ശ്രമിക്കുന്നവരാണ്. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഷ്കർ അടക്കമുള്ള തീവ്രവാദ സംഘടനകൾ ഇന്ത്യയിലെ സാമ്പത്തിക പുരോഗതിയും ക്രമസമാധാനവും തകർക്കാൻ നിരന്തരം ശ്രമിക്കുന്നവരാണ്. സോ ഇങ്ങനെ ഒരു വലിയ വിഭാഗം പേര് ഇന്ത്യയുടെ ശത്രുക്കളായിട്ടുണ്ട്. ഇതിനിടയിൽ മതപരമായ കാരണങ്ങളാൽ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളും ഇതിന്റെ പുറകിലുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ അതിജീവിച്ച് വേണം നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് പോകേണ്ടത്. ഒരു വലിയ സിവിലൈസേഷൻ എന്ന നിലയ്ക്ക് ഭൂമിയിൽ ഇന്ന് അവശേഷിക്കുന്ന ലോകത്തിലെ ഏറ്റവും പുരാതനമായ സിവിലൈസേഷനാണ് നമ്മൾ. ഈജിപ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും പുരാതനമായ സംസ്കാരമായിരുന്നുവെങ്കിലും അതിന്നില്ല. ഇന്ന് അതിന്റെ അവശേഷിപ്പുകൾ മാത്രമേ ഉള്ളൂ. ആ സംസ്കാരം ഇന്നില്ല. മെസപ്പൊട്ടോമിയ, ആ സംസ്കാരം ഇന്നില്ല. അതെല്ലാം അടിമുടി മാറിപ്പോയി. എന്നാൽ ഇന്ത്യൻ സംസ്കാരം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ 5000 വർഷത്തിലേറെയായിട്ട് തുടർച്ചയായിട്ട് നിലനിൽക്കുന്ന സംസ്കാരത്തിന്റെ ഭാഗമാണ് നമ്മുടെ ഈ മഹാരാജ്യം. അതുകൊണ്ട് തന്നെ നമ്മളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ചുറ്റിനും ശത്രുക്കളുണ്ട്. നമ്മുടെ വളർച്ചയിൽ അസ്വസ്ഥരാകുന്നവർ, ഇവര് പലതും ചെയ്യും നമ്മുടെ രാജ്യത്തെ തകർക്കാൻ. അതുകൊണ്ട് ഇതിനെയൊക്കെ അതിജീവിച്ച് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ടത് ഈ രാജ്യത്തെ ചെറുപ്പക്കാരാണ്. അജിത് ഡോവലിന്റെ നിർദ്ദേശങ്ങളും ആ നിലയ്ക്കാണ് നമ്മൾ കാണേണ്ടത്. അദ്ദേഹത്തിന് ഒരിക്കലും എല്ലാ കാര്യങ്ങളും വന്ന് വെട്ടി തുറന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹം രാജ്യത്തിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. പക്ഷെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആഭ്യന്തര ശത്രുക്കളെയും നമ്മുടെ ബാഹ്യ ശത്രുക്കളെയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ രാജ്യത്തെ യുവാക്കളുടേതാണ് ഈ രാജ്യം എന്ന് പറയുന്നത്. ഇന്നത്തെ അജിത് ഡോവലിന് എത്ര വയസ്സായി? നരേന്ദ്രമോദിക്ക് എത്ര വയസ്സായി? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ജീവിക്കുന്ന യുവാക്കൾ വേണം ഈ രാജ്യം നാളെ നയിക്കേണ്ടത്. അപ്പൊ നമ്മുടെ രാജ്യമാണിത്. ഈ രാജ്യം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണെന്ന ബോധ്യത്തിൽ വേണം പ്രവർത്തിക്കാൻ. ബാഹ്യശക്തികളെയും ആഭ്യന്തര ശക്തികളെയും ഓരോ ദേശസ്നേഹിയും നേരിടേണ്ട ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.